ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും ഒരു 50 ക്വസ്റ്റ്യൻ്റെ സെറ്റാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ ആരാണെന്നായിരുന്നു ചോദ്യം. അതിൻ്റെ ആൻസർ ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്. അതായത് മദൻ മോഹൻ മാളവ്യ, കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ശ്രീ മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തെ അങ്ങനെ വിളിച്ച ആളുടെ പേര് വെച്ചിട്ടാണ് കെ എം പണിക്കർ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കുന്നത് ശ്രീ മന്നത്ത് പത്മനാഭനെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ 50 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെയും മാത്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സും എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ ഏത്? രാജാ ഹരിശ്ചന്ദ്ര, 1913 നിർമ്മിച്ചത്. അതുപോലെ DNA, RNA എന്നിവ നിർമ്മിതമായിരിക്കുന്ന അടിസ്ഥാന ഘടകം. DNA, RNA എന്ന് വെച്ചാൽ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതുപോലെ RNA എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ്? ന്യൂക്ലിയോടൈഡ്. ആനയുടെ മൂക്കും മേൽചുണ്ടും ചേർന്ന് രൂപാന്തരം പ്രാപിച്ചതാണ് ആനയുടെ തുമ്പിക്കൈ. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി, ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പ നദിയാണ്. കേരളത്തിൽ നീളം വെച്ച് നോക്കുമ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് പമ്പ നദി. ഫാൻറ്റം എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ലിയോൺ ലീ ഫാൽക്ക്. സമയമറിയിക്കുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് കാക്കയാണ്. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഗുരുശിഖരം. ആരവല്ലി പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകളാണ് ആരവല്ലി. അതിലേറ്റവും കയ്യൂർ സമരത്തെ ആധാരമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വിമാന സർവീസ് തിരുവനന്തപുരം മുംബൈ. ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം. 2-ാം ലോക മഹായുദ്ധമാണ് ആദ്യമായിട്ട് അണുബോംബ് ഉപയോഗിച്ചത്. ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ് ഫിലമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. കണ്ടെത്തിയത് തോമസ് ആൽവ എഡിസൺ ആണ്. പുഴ മുതൽ പുഴ വരെ എന്ന കൃതിയുടെ രചയിതാവ് ആര്? പുഴ മുതൽ പുഴ വരെ എന്ന കൃതി എഴുതിയത് സി രാധാകൃഷ്ണനാണ്. ഹംഗറി പിടിച്ചടക്കിയ തുർക്കി സുൽത്താൻ ആര്? സുലൈമാൻ എന്ന തുർക്കി സുൽത്താനാണ് ഹംഗറി പിടിച്ചടക്കിയത്. 1521 അത്. റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ. റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബൊളീവിയ, ബ്രസീൽ എന്നിവയാണ് റബ്ബർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ. ക്രോമോസോമിൻ്റെ അടിസ്ഥാന ഘടകം. DNA ആണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര്? വില്യം ഐന്തോവൻ ആണ് ECG കണ്ടുപിടിച്ചത്. പ്ലേഗ് രോഗം എന്നാണ്. പ്ലേഗ് രോഗത്തിന് കാരണമായ ബാക്ടീരിയ യെർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് എന്ന് പറയുന്നത് ഏത് രോഗാണു കാരണമാണെന്ന് ചോദിക്കും. അത് ബാക്ടീരിയ കാരണമാണ്. യെർസീനിയ പെസ്റ്റിസ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലെജിസ്ലേറ്ററാണ് മുത്തുലക്ഷ്മി റെഡ്ഡി. ഹരിക്കെയിനുകളുടെ ശക്തി രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം. ഹരിക്കെയിനുകളുടെ ശക്തി രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണമാണ് സാഫിർ അല്ലെങ്കിൽ സിംസൺ സ്കെയിൽ. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. മീനാകുമാരി കമ്മീഷനാണ് മീനാകുമാരി കമ്മീഷൻ. അതിൻ്റെ പേര് മീൻ എന്നുണ്ട് അതിനകത്ത്, അത് ഓർക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള മതം ഏതാണ്? ലോകത്തിൽ മൊത്തം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത് ക്രിസ്തു മതത്തിലാണ്. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്?
ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. ഫംഗസുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം മൈക്കോളജി. പ്രപഞ്ച കേന്ദ്രം സൂര്യനാണെന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമേത്? പ്രപഞ്ച കേന്ദ്രം സൂര്യനാണ് എന്ന് പ്രതിപാദിക്കുന്നത് ഹീലിയോസെൻട്രിക് സിദ്ധാന്തമാണ്. ഹീലിയോസെൻട്രിക് സിദ്ധാന്തം. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് പറയുന്നൊരു സിദ്ധാന്തമുണ്ട്, അതാണ് ജിയോസെൻട്രിക്. ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയുടെ കൃതി ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ഓക്കെ, ദൈവത്തിൻ്റെ കിങ്ഡം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ രാജധാനി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നാണ് അതിൻ്റെ മീനിങ്. ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗാന്ധിജിയെ സ്വാധീനിച്ച ടോൾസ്റ്റോയ് എന്ന് പറഞ്ഞു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ആരാണ് സ്ഥാപിച്ചതെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിജിയാണ്. അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ. മധ്യകർണത്തിലെ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ? അത് സ്റ്റേപ്പിസ് ആണ്. ആ സ്റ്റേപ്പിസിനോട് ചേർന്ന് കാണുന്ന 2 പേശികളാണ് ഏറ്റവും ചെറിയ പേശികൾ. മലയാളത്തിലെ ആദ്യത്തെ ഫാൽക്കെ അവാർഡ് ആർക്കാണ്? ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിൽ ആദ്യം ആർക്കാണ് ലഭിച്ചത്? അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 ബ്രിട്ടീഷ് ഹോണ്ടുറാസിൻ്റെ പുതിയ പേര്. ബ്രിട്ടീഷ് ഹോണ്ടുറാസിൻ്റെ പുതിയ പേരാണ് ബെലീസ്. ഇറാൻ്റെ തലസ്ഥാനമാണ് ടെഹ്റാൻ. സൂപ്പർ ലിക്വിഡ് എന്നറിയപ്പെടുന്ന ദ്രാവകം. ഹീലിയം ദ്രാവകമാണ് സൂപ്പർ ലിക്വിഡ് എന്ന് അറിയപ്പെടുന്നത്. വള്ളത്തോൾ രചിച്ച ആട്ടക്കഥ ഔഷധാകരണം. വള്ളത്തോൾ രചിച്ച ആട്ടക്കഥയാണ് ഔഷധാകരണം. മാധുരി ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്? മാധുരി എന്ന് പറയുന്നത് കരിമ്പിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്താണ്. ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് ഇടുക്കി. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി. ചേരയാണ് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി. അതുപോലെ കർഷകൻ്റെ സുഹൃത്തെന്ന് പറയുന്ന ഈ എന്താ പറയുക, മണ്ണിരയെ പറ്റിയും പറയാറുണ്ട്. അങ്ങനെ നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു. നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ തീർത്ഥപാദർ. ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയ വർഷം 2002 ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ വംശം അടിമ വംശം. കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ്. INCയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. നീർമാതളം പൂത്ത കാലം ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി. നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടി. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ടണൽ. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ടണലാണ് ചാനൽ ടണൽ. അടുത്തത് ടൂർണിക്കേറ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൂർണിക്കേറ്റ് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കജ്രി ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തർപ്രദേശിലെ നൃത്തരൂപമാണ് കജ്രി. കനിഷ്കനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി അശ്വഘോഷൻ. അശ്വഘോഷനാണ് കനിഷ്കനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് ഫോൾസ്. ജർസപ്പോ എന്ന് പറയും. അത് ശരാവതി നദിയിലാണ് ജോഗ് ഫോൾസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ്. ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ്. ഏറ്റവും നീളമുള്ള അസ്ഥി ഏതാണ്? ഫീമർ അല്ലെങ്കിൽ തുടയെല്ല്. അതിന് 45 സെൻറ്റിമീറ്ററാണ് തുടയെല്ലിൻ്റെ നീളം. ഒരു വലിയ സമുദ്രത്തിൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹം. ഒരു വലിയ സമുദ്രത്തിൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ. ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. ശ്വാസകോശത്തെയാണ് ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 50 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
സോ പ്യൂൺ അറ്റൻഡർ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മാത്സിൻ്റെ സോൾഡ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയും കാണുക. പ്യൂൺ അറ്റൻഡർ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൽ അതിന് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ചേർത്തിട്ടുണ്ട്, അത് നോക്കുക. അതുപോലെ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.